ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും കലാലയങ്ങളെയും അക്രമരാഷ്ട്രത്തിന്റെ താവളങ്ങളാക്കി മാറ്റുന്ന SFIയുടെ ഗുണ്ടാവിളിയാട്ടങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ്. കലാലയ അന്തരീക്ഷത്തെ ഭയത്തിന്റെയും അരാജകത്വത്തിന്റെയും ഇടങ്ങളാക്കി മാറ്റുന്ന തരത്തിലേക്ക് ഈ വിദ്യാർത്ഥി സംഘടന അധപ്പതിച്ചിരിക്കുന്നു. അധ്യാപകരുടെയും സർവകലാശാല മേധാവികളുടെയും കസേരകൾ കത്തിച്ചും അവരെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടും അതിരുകടക്കുന്ന സമരമുറകളാണ് ഇവർ കാലങ്ങളായി പുറത്തെടുക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെയും അങ്ങേയറ്റം പ്രാകൃതവുമായ മുഖമായിരുന്നു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരെ SFI പ്രവർത്തകർ നടത്തിയ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ. സർവകലാശാലയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു വനിതയ്ക്ക് നേരെ വ്യക്തി എന്ന നിലയിലും വൈസ് ചാൻസലർ എന്ന നിലയിലും കടുത്ത മനോവേദനയും മാനസികാഘാതവുമാണ് ഈ സമരാഭാസം സൃഷ്ടിച്ചത്. ഒരു ക്രൈസ്തവ ആചാരപ്രകാരം കോലമൊരുക്കി അന്ത്യകർമ്മങ്ങൾ നടത്തുമ്പോൾ ജനാധിപത്യപരമായ പ്രതിഷേധത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുകയാണ് ഈ സഖാക്കൾ. ഇത്തരം തരംതാണ രീതി ഇതാദ്യമല്ല SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. 2016 പാലക്കാട് വിക്ടോറിയ കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചർ വിരമിക്കുന്ന ദിവസം അവർക്കായി ക്യാമ്പസിൽ ശവമഞ്ചവും ശവക്കല്ലറയും ഒരുക്കി ആഹ്ലാദിച്ച അതേ പ്രാകൃത മനസ്സിന്റെ ക്രൂരമായ തുടർച്ചയാണിത്. മുൻ വൈസ് ചാൻസലർ ഗീതാകുമാരിയുടെ കാലത്ത് അവരുടെ ഒത്താശയോടെയായിരുന്നു SFI നേതാക്കൾ സർവകലാശാലയിൽ അഴിഞ്ഞാടിയിരുന്നത്. എന്നാൽ 2026 മാർച്ച് 5 ഡിഗ്രി തോറ്റ ഒരു SFI നേതാവിന് നിയമവിരുദ്ധമായി PGക്ക് പ്രവേശനം നൽകിയ ക്രമക്കേട് പുറത്തു വന്നതോടെയാണ് ഗീതാകുമാരിയെ ചുമതലയിൽ നിന്ന് മാറ്റിയത്. തുടർന്ന് ഡോക്ടർ സിസ തോമസ് വൈസ് ചാൻസലറായി ചുമതലയേറ്റതോടെ ക്യാമ്പസിൽ SFI നടത്തി വരുന്ന വഴിവിട്ട പ്രവർത്തനങ്ങൾക്കും അനാവശ്യ ഇടപെടലുകൾക്കും കൃത്യമായ നിയന്ത്രണം വന്നു. തങ്ങളുടെ അന്യായമായ ആവശ്യങ്ങളും സ്വാധീനവും നടപ്പിലാകില്ലെന്ന് ഉറപ്പായതോടെ സഖാക്കന്മാർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും അവർ ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തിയിലേക്ക് കടക്കുകയുമായിരുന്നു. എന്നാൽ ക്യാമ്പസുകളിലെ ഇത്തരം അക്രമരാഷ്ട്രീയവും ഗുണ്ടാവിളിയാട്ടങ്ങളും ഇനി അല്പം പോലും വെച്ചുപുറപ്പിക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെയും VCയുടെയും പേരിൽ ശവമഞ്ചമുണ്ടാക്കി പ്രതിഷേധിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും അപലപനീയവുമാണെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പരിഷ്കൃതമായ ഒരു സമൂഹത്തിനും ജനാധിപത്യ സംവിധാനത്തിനും ചേരാത്ത ഇത്തരം കാടത്തങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ശക്തമായ നടപടി സ്വീകരിക്കും. അതിന് പോലീസിന് എല്ലാ തലങ്ങളിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓണക്കാലത്ത് ലഹരി ഒഴുക്കുന്നവരെ, സ്പിരിറ്റ് ഒഴുക്കുന്നവരെ, അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഓണക്കാലത്ത് മദ്യം ഒഴുക്കാനല്ലോ വേണ്ടേ, അല്ലെങ്കിൽ ഓണക്കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാനല്ലോ വേണ്ടത്. അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. പോലീസും എക്സൈസും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒരുമിച്ച് ഈ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. കേസുകളുടെ വർധനവ് വളരെ ഉണ്ട്. കാരണം പോലീസ് വളരെ ആക്റ്റീവാണ്. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് കള്ളക്കളി കളിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അത് ശക്തമായി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കേണ്ടതാണ്. ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ തുഫാൻ. ഇതുവരെ തുഫാൻ 75 ദിവസം പിന്നിടുന്നു. വൻ വിജയമാണ്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. എല്ലാം ഇന്നും നാളെ കൊണ്ട് എല്ലാം അവരുടെ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അത് പൂർത്തിയാകും. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അത് ഇന്നും നാളെ കൊണ്ടെല്ലാം പൂർത്തിയാകും. വളരെ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല. ഒരു വൈസ് ചാൻസലറെ, ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലറുടെ പേരിൽ ശവമഞ്ചം ഒരുക്കുക, ഇതേത് പ്രാകൃതമായ സമര ആഭാസമാണ്. ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അത് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കും. അല്ല, ഗൗരവമായ കാര്യമല്ലേ ഇത്? ഒരു വൈസ് ചാൻസലറെ മർദ്ദിക്കുക, അടിക്കുക, ശവമഞ്ചം ചുമക്കുക. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കും.